ഓടിവായു എന്റെ ചാണക സംഗി സുഹൃത്തുക്കളെ, ഓടിവായു. നമ്മളെ മാരാർ പറ്റിച്ചു, അഖിൽ മാരാർ നമ്മളെ പറ്റിച്ചു. മേഴ്സി ആയിരുന്നു എന്റെ മാരാർ, എന്റെ കൂടപ്പുറപ്പായിരുന്നു മാരാർ, തലയിലെ ചാണകമായിരുന്നു മാരാർ, ചാണകത്തിൽ ഒരുമിച്ച് കളിച്ച കൂട്ടുകാരനായിരുന്നു മാരാർ. ആ മാരാർ നമ്മളെ പറ്റിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? ഇങ്ങനെ ഒരു തോൽവികളാണല്ലോ നമുക്ക് പറ്റുന്നത്. കുറച്ച് ദിവസം മുന്നേ ക്രിസ്സംഖ്യ സഹോദരനായ മാത്യു സാമുവൽ നമ്മളെ ചതിച്ചു. ഇപ്പോൾ നമ്മുടെ കൂടപ്പുറപ്പായിരുന്ന നമ്മുടെ മേഴ്സിയായിരുന്ന അഖിൽ മാരാർ നമ്മളെ ചതിച്ചു. ഇനി അങ്ങോട്ട് നമ്മൾ എങ്ങനെ പോകും? ഈ അഖിൽ മാരാറുടെ തലയിൽ നിന്ന് ചാണകം പോയി ബുദ്ധി വരാൻ എന്താണ് കാരണമെന്നൊന്നും ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. സോഷ്യൽ മീഡിയയിൽ നിന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്ന മാരാറുടെ സംഗീതം നമുക്ക് ആ വീഡിയോ കാണാൻ സുഹൃത്തുക്കളെ വരും. ഇന്നിപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. ഈ വാർത്ത ലോകത്തോട് ആദ്യമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകത്തോട് പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നു. അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് കണക്ക് വന്നിരുന്നിട്ട് തള്ളും ബഹളവും നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അപഹാസ്യനാകുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കണം. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് സ്പോട്ടിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തുകൂടാ? മാരാറെ, തലയിൽ ചാണകമില്ലാത്ത മാരാറെ, അദ്ദേഹം ഒരു റിയാക്ഷൻ ഇട്ടിരുന്നു, കണ്ടില്ലേ നീ? മൈ ഫ്രണ്ട് ഇങ്ങനെ റിയാക്ഷൻ ഇട്ട കാര്യം നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഷിജിത് പണിക്കർ ചാണകവും വിസർജനൻ ടി വി നമ്പ്യാറൂട്ടിയും എന്തിനും നമ്മുടെ ശശികല ടീച്ചർ വരെ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇങ്ങനെ മൈ ഫ്രണ്ട്. ഇത് നീ കാണാത്തത് നിന്റെ തലയിൽ ചാണകമില്ലാത്തത് കൊണ്ടാണ്. നമ്മളെപ്പോലെ തലയിൽ മൊത്തം ചാണകം ഉണ്ടായിരുന്നെങ്കിൽ നീ ആ വീഡിയോ കാണുമായിരുന്നു, ആ സത്യം തിരിച്ചറിയുമായിരുന്നു. നിന്നോട് അതാണ് പറഞ്ഞത്, നമ്മുടെ സംഘികളുടെ ചാണക വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ വേണ്ടി. എന്തെല്ലാം കള്ളത്തരങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു ഫലിപ്പിക്കുന്നു. നീ അത് ഇത്ര കാലമായിട്ട് പഠിച്ചിട്ടില്ലേ അഖിൽ മാരാർ? വീണ്ടുമുണ്ട് വീഡിയോ, നമുക്കതും കൂടി കാണാം. നിങ്ങൾ എന്ത് ഇടപെടലാണ് നടത്തിയത്? ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടിനിർത്തിയതെന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കഴിയുന്നില്ല? അങ്ങനെ കഴിയാത്തടത്തോളം കാലം, അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം ഇത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യ ഇങ്ങനൊരു പരിപാടി അവസാനിപ്പിച്ചതായിട്ട് ഇന്നൊരു വാർത്ത വന്നു. അങ്ങനെ വരുമ്പോൾ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണമോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനമൊക്കെ കൊള്ളും. പക്ഷെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല ഇന്ന് തീരുമാനമെടുത്തത് എന്ന് നീ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്താണ് പറഞ്ഞത്? രാജ്യദ്രോഹി, കടക്ക് പുറത്ത്. നീ ഇട്ട ആ വസ്ത്രമുണ്ടല്ലോ, നമ്മുടെ കാവ്യ വസ്ത്രം, നിന്റെ അണ്ടർവെയർ അടക്കം കാവ്യായിരുന്നു നമ്മൾ വാങ്ങിത്തന്നത്. അതൊക്കെ ഓരടാ, ഊരിയിറങ്ങി പോടാ സുഡാപ്പി കമ്മി കൊങ്ങി ജിഹാദി. തലയിൽ വിവരം വെച്ച മാരാറെ, ആരാടാ ഇവന് തലയിൽ വിവരം കൊടുത്തത്? ഇത്രമാത്രം വിവരം ഇവന് ഇവിടെ നിന്ന് കിട്ടും. എന്നാലും നമ്മുടെ നരേന്ദ്രമോദിജി നീ പറഞ്ഞല്ലടാ, നിന്നെ പാലൂട്ടി വളർത്തിയ കൈകൾക്ക് നീ കൊത്തിയല്ലേ, നിന്നെ വിടില്ലടാ. ഇനിയും ഉണ്ട് ഇവന്റെ വീഡിയോ, അതും കൂടി കാണാം. അവസാന സംഗീതം. ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെ രീതിയിൽ എതിർത്താലും ഉള്ളിൽ തട്ടി അഭിമാനത്തോട് തന്നെ പറയാൻ പറ്റും. ഏത് രീതിയിൽ ചിന്തിച്ചാലും നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാളും കരുത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾക്ക് തന്നെ ആയിരുന്നുവെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല, അവരെടുത്ത തീരുമാനങ്ങൾ കൊണ്ടാണ്. ആരുമില്ലാതിരുന്നൊരു സമയത്ത്, അമേരിക്ക ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സമയത്ത്, വരൂ ഞങ്ങൾ അവിടെ അറബിക്കടലിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് അമേരിക്കൻ നാവികസേനയ്ക്ക് മെസ്സേജ് അയച്ച ഇന്ദിരാഗാന്ധിയുടെ പവർഫുൾ ആയിട്ടുള്ള തീരുമാനം. അവരൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇന്ത്യയുടെ സൈനികരെ കൊന്നു എന്ന വാർത്ത അവരിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ഇന്ത്യ ഡിക്ലെയർ വാർ അഗൻസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയാൻ ആത്മധൈര്യം കാണിച്ച ഒരു പ്രധാനമന്ത്രി. ബംഗ്ലാദേശിലുള്ള ആൾക്കാർ പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത, പിന്നീട് റഷ്യ പിന്തുണച്ചോ ഇല്ലയെന്നുള്ളതല്ല, നമ്മളുടെ അടുത്തേക്ക് ആര് പിന്തുണ ഉണ്ടാവത്തില്ലയോ നോക്കിയിട്ടല്ലോ തീരുമാനമെടുത്തത്. തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആത്മാഭിമാനം വേണം, ചങ്കുറപ്പ് വേണം. ആ ചങ്കുറപ്പ് നരേന്ദ്രമോദിയെക്കാളും ഉള്ളത് ഇന്ദിരാഗാന്ധിക്ക് തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയുന്നത് ഇന്നത്തെ ഈ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ്. ഇതൊക്കെയായിരുന്നു സത്യം. ഇന്ദിരാഗാന്ധി ഇത്രയും പവർഫുൾ ആയിരുന്നു. നമ്മുടെ സംഘി വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഇതൊന്നും പറഞ്ഞു തന്നില്ലല്ലോ, പറഞ്ഞു തരാനും പാടില്ല. ഒരിക്കലും സത്യം നമ്മൾ പറയരുത്, അതാണ് നമ്മുടെ ധർമ്മം. പക്ഷെ എന്നാലും മാരാറെ, എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമ്പോഴും മാരാറിരിക്കുന്ന തട്ട് താന്നിരിക്കുമെന്ന് എപ്പോഴും നമ്മൾ പറയുമായിരുന്നു. പക്ഷെ ഇനി മാരാറെ നിന്റെ തട്ട് താഴില്ല, താഴത്തില്ലടാ. പുഷ്പ താഴത്തില്ലടാ, സംഘി താടാൻ വിടത്തില്ലടാ. നോക്കിക്കോ മാരാറെ, ഇനി നീ നമ്മുടെ ശത്രു, സംഘശത്രു. നീയുണ്ടല്ലോ, ഇനി എന്തൊക്കെ വീടിയിട്ടാലും ഒന്നും നോക്കാതെ ചറപറാന്ന് ലൈക്കും കമന്റും വിടുന്ന സംഘികൾ ഇനിയില്ല. നീ നമ്മുടെ ജീവിതത്തിൽ മാരാറില്ല.
മാരാറെ നീ ഇല്ല, നീ പോയി. നമ്മുടെ ജീവിതത്തിൽ നിന്നും മാരാർ പോവുകയാണ് സംഘി സുഹൃത്തുക്കളെ, മാരാർ പോവുകയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പുതിയ ചാണകത്തെ തപ്പിപ്പിടിക്കാം. അതുവരെ നമുക്ക് ഊക്ക് കൊണ്ടോണ്ടിരിക്കാം. ഇത് നമ്മുടെ ഊക്കുവാങ്ങൽ മാസമാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ശരി, ചാണക സുലാൻ.